ഉത്തരേന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമമാണ് ഹരിപ്പൂർ. അവിടെ കൃഷിയെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു രാംപാലിന്റേത്. രാംപാൽ എന്ന കർഷകൻ തന്റെ ചെറിയ ഭൂമിയിൽ പണിയെടുത്തത് കേവലം വയറു നിറക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. തന്റെ മകൻ വീർ ഒരിക്കൽ വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ രാംപാൽ പാടത്തേക്ക് ഇറങ്ങും. കൊടും ചൂടിലും തണുപ്പിലും ആ മണ്ണിൽ പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മകന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ മകന്റെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കയ്യിലുള്ള തുച്ഛമായ സമ്പാദ്യം പോലും മകന്റെ പുസ്തകങ്ങൾക്കും പഠന സാമഗ്രികൾക്കുമായി അദ്ദേഹം മാറ്റിവെച്ചു. പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചും കീറിയ വസ്ത്രങ്ങൾ തുന്നിക്കെട്ടി ധരിച്ചും അദ്ദേഹം മകനെ പഠിപ്പിച്ചു. രാംപാലിന് കരുത്തായി കൂടെയുണ്ടായിരുന്നത് ഭാര്യ സരളയായിരുന്നു. വീട്ടുജോലികൾക്ക് ശേഷം കിട്ടുന്ന സമയം മുഴുവൻ സരള തയ്യൽ മെഷീന് മുന്നിലായിരുന്നു. ഗ്രാമത്തിലെ മറ്റു വീടുകളിലെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്താണ് അവർ ചെറിയ വരുമാനം കണ്ടെത്തിയിരുന്നത്. സരളയുടെ മെഷീൻ ചലിക്കുന്നത് വീറിന്റെ സ്കൂൾ ഫീസും മറ്റു ചിലവുകൾക്കും വേണ്ടിയായിരുന്നു. രാത്രിയിൽ ഗ്രാമം മുഴുവൻ ഉറങ്ങുമ്പോഴും ആ ചെറിയ കൂരയിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ടാകും. ആ വെളിച്ചത്തിൽ സരള തുന്നിക്കൊണ്ടിരിക്കും. മകന്റെ പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ ആ അമ്മ എത്ര വൈകിയും ജോലി ചെയ്യുമായിരുന്നു. ആ മെഷീന്റെ ശബ്ദം വീറിനൊരു താരാട്ടുപാട്ട് പോലെയായിരുന്നു. തന്റെ അമ്മ തനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ മകൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വീർ ചോപ്ര എന്ന വ്യവസായിയുടെ വ്യക്തിത്വം രൂപപ്പെട്ടത് ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. അവന് ലഭിച്ച ഓരോ പുസ്തകത്തിന് പിന്നിലും അച്ഛന്റെ പാടത്തെ വിയർപ്പും അമ്മയുടെ കണ്ണുകളിലെ ക്ഷീണവും ഉണ്ടായിരുന്നു. പട്ടിണി കിടക്കേണ്ട ദിവസങ്ങളിൽ പോലും മാതാപിതാക്കൾ അത് മകനെ അറിയിച്ചിരുന്നില്ല. വീർ നല്ല നിലയിൽ പഠിക്കണമെന്നും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതനാകണമെന്നും അവർ ആഗ്രഹിച്ചു. ഗ്രാമത്തിലെ സ്കൂളിൽ വീർ പോകുമ്പോൾ മറ്റു കുട്ടികൾ ആഡംബരങ്ങൾ ആസ്വദിക്കുമ്പോൾ വീർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പഠനത്തിലായിരുന്നു. തന്റെ അച്ഛന്റെ കൈകളിൽ തഴമ്പും അമ്മയുടെ തളർന്ന മുഖവും അവന് വലിയൊരു പാഠപുസ്തകമായിരുന്നു. ഒരിക്കൽ താൻ വലിയ നിലയിലെത്തുമെന്നും തന്റെ മാതാപിതാക്കൾക്ക് ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും നൽകുമെന്നും അവൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഒരു മകനെ വളർത്താൻ ഒരു ഗ്രാമം മുഴുവൻ വേണം എന്ന പഴഞ്ചൊല്ല് വീറിന്റെ കാര്യത്തിൽ അനർത്ഥമായിരുന്നു. ഹരിപ്പൂരിലെ ആ മൺപാതകളിൽ ഓടിച്ചാടി നടന്ന വീർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അയൽവാസികളും നാട്ടുകാരും ആ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ അറിയാമായിരുന്നു. രാംപാലിന്റെയും സരളയുടെയും സത്യസന്ധതയും കഠിനാധ്വാനവും അവനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. ഗ്രാമത്തിലെ പ്രകൃതിയും അവിടുത്തെ മനുഷ്യരും നൽകിയ പാഠങ്ങൾ പിന്നീട് വലിയ ബിസിനസ് ലോകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ അവനെ സഹായിച്ചു. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാട്ട വീര്യം അവന് ലഭിച്ചത് തന്റെ അച്ഛനിൽ നിന്നാണ്. പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ മുന്നേറണമെന്ന് അവൻ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പഠിച്ചു. വീറിന്റെ ബാല്യം വലിയ ആഘോഷങ്ങളുടേതായിരുന്നില്ല, മറിച്ച് വലിയ പാഠങ്ങളുടേതായിരുന്നു. പണം എങ്ങനെ ലഭിക്കണമെന്നും മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അവൻ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിച്ചു. സരള രാത്രിയിൽ തുന്നുന്ന വസ്ത്രങ്ങൾ മടക്കി വെക്കാൻ വീർ സഹായിക്കുമായിരുന്നു. രാംപാൽ പാടത്ത് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം നൽകാനും അദ്ദേഹത്തിന്റെ പരാതികൾ കേൾക്കാനും വീർ മുൻപിലുണ്ടായിരുന്നു. ആ കൊച്ചുവീട് സ്നേഹം കൊണ്ട് സമ്പന്നമായിരുന്നു. പണമില്ലാത്തത് അവരെ ഒരിക്കലും തളർത്തിയില്ല, പകരം അത് അവരെ കൂടുതൽ ഒന്നിപ്പിച്ചു. വീർ എന്ന വ്യവസായിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഊർജം ആ മാതാപിതാക്കളുടെ നിശബ്ദമായ പ്രാർത്ഥനകളും കഠിനാധ്വാനവുമായിരുന്നു. ഈ ഗ്രാമീണ പശ്ചാത്തലം വീറിനെ ഒരു സാധാരണ കുട്ടിയേക്കാൾ പക്വതയുള്ളവനാക്കി മാറ്റി. തന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടും അവനെ കഠിനമായി അധ്വാനിക്കാൻ പ്രേരിപ്പിച്ചു. ആ മൺപാതകളിൽ നിന്ന് തുടങ്ങിയ യാത്ര ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായിയിലേക്കുള്ള ദൂരമായിരുന്നു. തന്റെ വേരുകൾ എവിടെയാണെന്നും താൻ ആരാണെന്നും അവൻ ഒരിക്കലും മറന്നില്ല. പണത്തേക്കാൾ ഉപരി മനുഷ്യത്വത്തിന് വില നൽകാൻ അവൻ പഠിച്ചത് ഹരിപ്പൂരിലെ ആ ചെറിയ കൂരയിൽ നിന്നാണ്. ഈ ബാല്യകാല ഓർമ്മകളാണ് വീർ എന്ന മനുഷ്യനെ പിന്നീട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാക്കിയത്. സരളയുടെ ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം വീറിന്റെ ജീവിതത്തിലെ ഇരുട്ടകറ്റുന്ന വലിയ പ്രകാശമായി മാറി. ഹരിപ്പൂരിലെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വലിയൊരു സ്വപ്നവുമായാണ് വീർ മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് വണ്ടി കയറിയത്. ആ യാത്ര വെറും ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായാണ് അവനോടൊപ്പം ആ തീവണ്ടിയിൽ സഞ്ചരിച്ചിരുന്നത്. മകന്റെ പഠനത്തിനും ഭാവി സുരക്ഷിതമാക്കാനുമായി രാംപാൽ തന്റെ കൈവശമുണ്ടായിരുന്ന ഏക ഭൂമിയുടെ കഷ്ണം വിറ്റിരുന്നു. സരളയാകട്ടെ തന്റെ വിവാഹത്തിന് കിട്ടിയതും മരണം വരെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചതുമായ അവസാന സ്വർണ്ണാഭരണങ്ങളും മകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ പണം വെറും കറൻസി നോട്ടുകളായിരുന്നില്ല, മാതാപിതാക്കളുടെ വിയർപ്പും കണ്ണീരും കലർന്ന വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വീറിന് മുന്നിൽ വിരിഞ്ഞത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, എങ്ങോട്ടൊന്നില്ലാതെ പായുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. ആ വലിയ നഗരത്തിന്റെ തിരക്കുകളിൽ താൻ ഒരു ചെറിയ പൊട്ടുപോലെയാണെന്ന് അവന് തോന്നി. കയ്യിലുള്ള തുക വളരെ കുറവാണെന്നും ഈ നഗരത്തിൽ പിടിച്ചു നിൽക്കുക എളുപ്പമല്ലെന്നും അവന് പെട്ടെന്നു തന്നെ തിരിച്ചറിഞ്ഞു.
എങ്കിലും തന്റെ മാതാപിതാക്കൾ അർപ്പിച്ച വിശ്വാസം അവന് വലിയൊരു കരുത്തായി മാറി. നഗരത്തിലെ മായാ കാഴ്ചകളിൽ മനസ്സ് ചലിക്കാതെ തന്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ ഓരോ നിമിഷവും സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അതിജീവനത്തിന്റെ കാലമായിരുന്നു. താമസിക്കാൻ ഒരു ചെറിയ ഇടം കണ്ടെത്താനും ഒരു നേരത്തെ ഭക്ഷണത്തിനുമായി അവൻ കഠിനമായി പണിയെടുത്തു. ചെറിയ ഹോട്ടലുകളിൽ പാത്രം കഴുകിയും സാധനങ്ങൾ എത്തിച്ചു കൊടുത്തും അവൻ തന്റെ പോരാട്ടം തുടങ്ങി. നഗരത്തിലെ ആഡംബരങ്ങൾ കണ്ട് അവൻ ഒരിക്കലും വഴിതെറ്റിയില്ല. മറ്റുള്ളവർ സിനിമക്കും ആഘോഷങ്ങൾക്കും പണം ചിലവാക്കുമ്പോൾ വീർ ആ ഓരോ രൂപയും കരുതി വെച്ചു. ഒരു വിദേശ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ ചേരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. പകലന്തിയോളം ജോലി ചെയ്തും രാത്രിയിൽ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചുമാണ് അവൻ ആ രംഗത്തേക്ക് ചുവടുവെച്ചത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിനിടയിൽ വീർ പലതരം ജോലികൾ ചെയ്തു. വലിയ ഹോട്ടലുകളിൽ ക്ലീനറായും വെയിറ്ററായും ജോലി ചെയ്ത് അവൻ ആ മേഖലയെക്കുറിച്ച് താഴെത്തട്ടിൽ നിന്നുള്ള അറിവ് നൽകി. ഉപഭോക്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നും ഒരു ഹോട്ടൽ എങ്ങനെ ലാഭകരമായി കൊണ്ടുപോകാമെന്നും അവൻ പ്രായോഗികമായി പഠിച്ചു. 10 വർഷത്തെ അവന്റെ കഠിനാധ്വാനം വെറുതെ ആയില്ല. തന്റെ ജോലിയിലുള്ള കൃത്യനിഷ്ഠയും സത്യസന്ധതയും അവനെ മാനേജ്മെന്റ് പടവുകൾ വേഗത്തിൽ കയറാൻ സഹായിച്ചു. ഇതിനിടയിൽ അവൻ സ്വന്തമായി ഒരു ചെറിയ കഫേ തുടങ്ങുകയും അത് വലിയ വിജയകരമായി മാറുകയും ചെയ്തു. അങ്ങനെ പടിപടിയായി അവൻ ഗ്രാൻഡ് ഇംപീരിയൽ എന്ന തന്റെ സ്വപ്ന സാമ്രാജ്യം പടുത്തുയർത്തി. മുംബൈയിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകളിൽ ഒന്നായി ഗ്രാൻഡ് ഇംപീരിയൽ മാറി. വീർ ചോപ്ര എന്ന പേര് നഗരത്തിലെ ബിസിനസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. എങ്കിലും ഈ വിജയങ്ങളൊന്നും അവന്റെ തലക്ക് പിടിച്ചില്ല. നഗരത്തിന്റെ ഏറ്റവും വലിയ ഫ്ളാറ്റിൽ താമസിക്കുമ്പോഴും അവന്റെ മനസ്സ് എപ്പോഴും ഹരിപ്പൂരിലെ ആ പഴയ മൺവീട്ടിലായിരുന്നു. ഓരോ മാസവും കൃത്യമായി അവൻ ഗ്രാമത്തിലേക്ക് പണം അയച്ചു. മാതാപിതാക്കളുടെ പഴയ കടങ്ങളെല്ലാം അവൻ വീട്ടി. ഗ്രാമത്തിൽ അവർക്ക് സുഖമായി കഴിയാൻ എല്ലാ സൗകര്യങ്ങളും അവൻ ഒരുക്കി നൽകി. ഫോണിലൂടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ വലിയ വ്യവസായി തന്റെ എല്ലാ സമ്മർദ്ദങ്ങളും മറന്നിരുന്നത്. തിരക്കുപിടിച്ച മീറ്റിംഗുകൾക്കിടയിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൻ സമയം കണ്ടെത്തി. തന്റെ വിജയത്തിന് പിന്നിൽ അവരുടെ പ്രാർത്ഥനയും ത്യാഗവുമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. മുംബൈയിലെ പ്രശസ്തരായ ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ഗ്രാമത്തിലെ ആ പാവ മനുഷ്യരുടെ മകനാണ് താനെന്ന ബോധം അവനെ വിനയമുള്ളവനാക്കി മാറ്റി. നഗരത്തിന്റെ യാന്ത്രികമായ ജീവിതത്തിനിടയിൽ സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില അവൻ ഉയർത്തിപ്പിടിച്ചു. ഗ്രാൻഡ് ഇംപീരിയൽ എന്ന തന്റെ വലിയ സ്വപ്നം പൂവണിഞ്ഞപ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ തന്റെ മാതാപിതാക്കളാണെന്ന് അവൻ ഓരോ നിമിഷവും ഓർത്തു. 10 വർഷം മുൻപ് ഒഴിഞ്ഞ കൈകളുമായി വന്ന ആ യുവാവ് ഇന്ന് മുംബൈ ഭരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. പക്ഷെ ആ യാത്രയിൽ അവൻ ഒരിക്കലും തന്റെ പഴയ ജീവിതത്തെയോ തന്നെ സഹായിച്ചവരെയോ മറന്നില്ല. പണവും പ്രശസ്തിയും വന്നപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പലർക്കും ഇടയിൽ വേറൊരു അത്ഭുതമായി നിലകൊണ്ടു. തന്റെ മാതാപിതാക്കളെ ഈ വലിയ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ആ സുദിനത്തിനായി അവൻ കാത്തിരുന്നു. തന്റെ ഓരോ വളർച്ചയും അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നും അവരെ അഭിമാനഭരിതരാക്കണമെന്നുമായിരുന്നു അവന്റെ ആഗ്രഹം. ആ പോരാട്ടം വെറും ഒരു മകന്റെ കടമ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ നന്ദി പ്രകാശനം കൂടിയായിരുന്നു. വീർ ചോപ്രയുടെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായിരുന്നു ഗ്രാൻഡ് ഇംപീരിയൽ ഹോട്ടലിന്റെ 5ാം വാർഷികാഘോഷം. നഗരത്തിലെ പ്രമുഖർക്കെല്ലാം ക്ഷണം ലഭിച്ച ആ വലിയ വിരുന്നിന് പിന്നിൽ വീറിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തന്റെ വിജയത്തിന്റെ യഥാർത്ഥ ശില്പികളായ മാതാപിതാക്കളെ ലോകത്തിന് മുന്നിൽ ആദരിക്കുക. എന്നാൽ ആഡംബരത്തിന്റെ തിളക്കമുള്ള ആ വലിയ ലോകം മറ്റൊരു ഭീകരമായ വശം ഒളിപ്പിച്ചു വെച്ചിരുന്നു. നഗരത്തിലെ ഏറ്റവും പരിഷ്കൃതരായ ആളുകൾ ഒത്തുകൂടിയ ആ ഹോട്ടലിൽ അദൃശ്യമായ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യനെ അളക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ നന്മ കൊണ്ടല്ല, മറിച്ച് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയും അവൻ സഞ്ചരിക്കുന്ന കാറിന്റെ മോഡലും നോക്കിയാണ്. ഈ ചിന്താഗതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വീറിന്റെ പ്രതിശ്രുത വധുവായ മുസ്കാൻ. സൗന്ദര്യത്തിലും സമ്പത്തിലും മുൻപന്തിയിൽ നിന്നിരുന്നുവെങ്കിലും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ അവൾ പഠിച്ചിരുന്നില്ല. അവൾക്ക് തന്റെ പദവിയും ലുക്കും മാത്രമായിരുന്നു പ്രധാനം. സ്നേഹം എന്നതിനേക്കാൾ ഉപരിയായി ഒരു ബിസിനസ് ബന്ധം പോലെയാണ് അവൾ ജീവിതത്തെ കണ്ടത്. ഹോട്ടലിന്റെ ഓരോ കോണിലും ആഡംബരം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. വിദേശത്തു നിന്ന് എത്തിച്ചേർന്ന വില കൂടിയ പൂക്കളും വെളിച്ചം ചിതറുന്ന വലിയ തൂക്കുവിളക്കുകളും ആ സ്ഥലത്തെ ഒരു സ്വർഗം പോലെയാക്കി മാറ്റി. എന്നാൽ ആ തിളക്കത്തിനിടയിൽ എവിടെയോ സ്വന്തം മനുഷ്യത്വം എന്ന വലിയ മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് എത്തുന്ന അതിഥികൾ പരസ്പരം പുഞ്ചിരിക്കുന്നത് പോലും അവരുടെ ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തായിരുന്നു. പാവപ്പെട്ടവരോടോ സാധാരണക്കാരോടോ ഉള്ള പുച്ഛം ആ വരേണ്യവർഗത്തിന്റെ മുഖമുദ്രയായിരുന്നു. മാന്യമായ വസ്ത്രം ധരിക്കാത്ത ഒരാൾക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ല എന്ന കടുത്ത നിയമം നിലനിന്നിരുന്നു. വീർ തന്റെ മാതാപിതാക്കളെ ക്ഷണിച്ചത് അവർക്ക് ഏറ്റവും വലിയ ബഹുമതി നൽകാനാണ്. എന്നാൽ തന്റെ ഹോട്ടലിലെ ജീവനക്കാരും തന്റെ പ്രിയപ്പെട്ടവളും ഇത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിക്കാരാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. സാധാരണക്കാരായ മാതാപിതാക്കൾ ആ വലിയ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അവൻ മുൻകൂട്ടി കണ്ടില്ല. ഗ്രാമത്തിന്റെ വിശുദ്ധിയും ലാളിത്യവും കൈമുതലായുള്ള ആ പാവങ്ങൾ ചതിയും ആഡംബരവും നിറഞ്ഞ ഈ നഗര സംസ്കാരത്തിന് മുന്നിൽ എങ്ങനെ പതറുമെന്ന് വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്.
മുസ്കാൻ എന്ന യുവതി തന്റെ ഭാവി ഭർത്താവായ വീറിനെ ഒരു വലിയ നേട്ടമായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന പ്രശസ്തിയെയാണ് അവൾ ആഗ്രഹിച്ചത്. വീറിന്റെ മാതാപിതാക്കളെ കുറിച്ചോ അവളുടെ ജീവിതത്തെക്കുറിച്ചോ അറിയാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഗ്രാമീണരായ ആ മനുഷ്യർ തന്റെ ആധുനികമായ അന്തസ്സിന് കളങ്കമാകുമോ എന്ന ഭയം പോലും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്നേഹത്തെക്കാൾ ഉപരി പദവിക്ക് വില നൽകുന്ന ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ മുഖംമൂടിയാണ് അവളിലൂടെ വെളിവാക്കുന്നത്. ആഡംബര ഹോട്ടലിലെ വലിയ ഹാളിനുള്ളിൽ നടക്കുന്നത് വെറും ഒരു ആഘോഷമായിരുന്നില്ല, മറിച്ച് വാരണ്യവർഗത്തിന്റെ പൊങ്ങച്ച പ്രകടനമായിരുന്നു. വില കൂടിയ വിദേശ മദ്യങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണവും അവിടെ ഒഴുകി. എന്നാൽ അവിടെ കൂടിയിരുന്ന ആർക്കും തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നിലെ വിയർപ്പിനെ കുറിച്ചോ ആ ഹോട്ടൽ പടുത്തുയർത്താൻ ഒരു കുടുംബം അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചോ ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. പണം കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിയുമെന്ന അഹങ്കാരം ആൾക്കൂട്ടത്തിന്റെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. ഈ പരിതസ്ഥിതി വീർ വളർന്നു വന്ന മൂല്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിരുന്നു. കഷ്ടപ്പെടുന്നവനെ സഹായിക്കണമെന്നും പ്രായമായവരെ ബഹുമാനിക്കണമെന്നും പഠിച്ച വീർ അറിയാതെ തന്നെ അഹങ്കാരികളുടെ ഒരു ലോകത്താണ് തന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത്. ആഡംബരത്തിന്റെ ഈ വലിയ മതിലുകൾക്കിടയിൽ മനുഷ്യബന്ധങ്ങളുടെ ചൂട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പണമുള്ളവർക്ക് മാത്രം മാന്യത നൽകുന്ന ഈ പുതിയ സംസ്കാരം വീറിന്റെ മാതാപിതാക്കളെ എങ്ങനെ സ്വീകരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. ഈ വിരുന്നിലൂടെ വീർ ആഗ്രഹിച്ചത് തന്റെ വേരുകളെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ്. എന്നാൽ ആഡംബരത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ആ നഗരത്തിന് ഗ്രാമത്തിന്റെ നിഷ്കളങ്കത മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പുറമെ സ്വർണം പൂശിയതും ഉള്ളിൽ കല്ല് നിറഞ്ഞതുമായ ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി ഗ്രാൻഡ് ഇംപീരിയലിലെ ആ രാത്രി മാറി. സ്നേഹമില്ലാത്ത ആഡംബരം വെറും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണെന്നും അവിടെ മനുഷ്യത്വം ശ്വാസം മുട്ടുകയാണെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഹരിപ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ശാന്തതയിൽ നിന്നും മുംബൈ എന്ന മഹാനഗരത്തിന്റെ തിരക്കുകളിലേക്ക് രാംപാലിന്റെയും സരളയുടെയും യാത്ര വലിയൊരു മാനസിക പോരാട്ടം കൂടിയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇവർ ഇത്രയും ദൂരത്തേക്ക് ട്രെയിൻ കയറുന്നത്. ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതിവേഗം പിന്നിലേക്ക് പായുന്ന മരങ്ങളും പാടങ്ങളും അവരെ അമ്പരപ്പിച്ചു. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും തങ്ങളുടെ മകൻ പടുത്തുയർത്തിയ ആ വലിയ ലോകത്തോട് തങ്ങൾ അടുക്കുകയാണെന്ന ചിന്ത അവരിൽ ഒരേ സമയം സന്തോഷവും ഭയവും നിറച്ചു. മുംബൈ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ കണ്ട ജനക്കൂട്ടവും വലിയ ശബ്ദങ്ങളും ആ പാവ മനുഷ്യരെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. നഗരത്തിലെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ നോക്കുമ്പോൾ രാംപാലിന് തല കറങ്ങുന്നത് പോലെ തോന്നി. തന്റെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ മരം പോലും ഈ കൊച്ചു കെട്ടിടങ്ങളുടെ പകുതി ഉയരം വരില്ലല്ലോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. മകൻ അയച്ചു തന്ന കാറിൽ ഇരുന്ന് നഗരം കാണുമ്പോൾ സരള തന്റെ സാരിത്തുമ്പ് മുറുക്കെ പിടിച്ചിരുന്നു. ആഡംബരത്തിന്റെ ആ വലിയ ലോകത്ത് തങ്ങൾ എവിടെയെങ്കിലും തട്ടിപ്പോകുമോ എന്ന പേടിയായിരുന്നു ആ അമ്മയ്ക്ക്. മകന്റെ ജീവിതത്തിൽ അഭിമാനമുണ്ടെങ്കിലും തങ്ങളുടെ ലാളിത്യം ആ വലിയ നഗരത്തിന് ചേരുമോ എന്നൊരു ആത്മസംഘർഷം അവരുടെ ഉള്ളിൽ പുകയുന്നുണ്ടായിരുന്നു. മകന്റെ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയ അവർ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. രാംപാൽ തന്റെ ഇസ്തിരിയിട്ട വെള്ളക്കുർത്തയും സരള തന്റെ ഏറ്റവും നല്ല കരയുള്ള സാരിയും അണിഞ്ഞു. ഗ്രാമത്തിലെ അളവുകോലുകൾ വെച്ച് നോക്കിയാൽ അവർ ഏറ്റവും വലിയ രാജകുമാരനെ പോലെയും രാജ്ഞിയെ പോലെയുമായിരുന്നു. എന്നാൽ ഗ്രാൻഡ് ഇംപീരിയൽ എന്ന ആഡംബര ഹോട്ടലിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ആത്മവിശ്വാസം പതുക്കെ ചോർന്നു പോകാൻ തുടങ്ങി. ചുറ്റുമുള്ള തിളക്കവും പരിഷ്കൃതരായ മനുഷ്യരുടെ പെരുമാറ്റവും അവരെ ഒരുതരം അന്യതാബോധത്തിലേക്ക് തള്ളിയിട്ടു. ഹോട്ടലിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ കാവൽ നിന്നിരുന്ന ഗാർഡുമാരുടെ നോട്ടം അവരെ വല്ലാതെ തളർത്തി. മുകളറ്റം മുതൽ പാദം വരെ അവരെ പുച്ഛത്തോടെ അളക്കുന്ന ആ നോട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. തങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ഈ സ്ഥലത്തിന് ചേരുന്നതല്ല എന്ന തോന്നൽ രാംപാലിന്റെയും സരളയുടെയും ഉള്ളിൽ ശക്തമായി. വീർ അയച്ചു കൊടുത്ത ആ ക്ഷണക്കത്ത് കയ്യിൽ ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാൻ അവർ ഒന്ന് മടിച്ചു. ഹോട്ടലിന്റെ പരിസരത്തുള്ള ഗൗരവമേറിയ അന്തരീക്ഷം അവരെ ശ്വാസം മുട്ടിച്ചു. ആരും ചിരിക്കാത്ത, വസ്ത്രത്തെ നോക്കി മാത്രം ബഹുമാനം നൽകുന്ന ആ ലോകം അവർക്ക് തികച്ചും അപരിചിതമായിരുന്നു. രാംപാൽ തന്റെ കയ്യിലിരുന്ന ചെറിയ ബാഗ് മുറുക്കി പിടിച്ചു. അതിൽ മകന് വേണ്ടി കരുതി വെച്ച ഗ്രാമത്തിലെ സ്നേഹ സമ്മാനങ്ങളായിരുന്നു. എന്നാൽ ആ വലിയ മന്ദിരത്തിന് മുന്നിലെത്തിയപ്പോൾ ആ സമ്മാനങ്ങൾക്ക് വിലയുണ്ടാകുമോ എന്ന് അദ്ദേഹം സംശയിച്ചു. പ്രതാപവും പണവും എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളെ അപ്രസക്തമാക്കുന്നത് എന്നതിന്റെ ആദ്യ പാഠം അവർ അവിടെ വെച്ച് പഠിച്ചു തുടങ്ങുകയായിരുന്നു. തങ്ങൾ വളർത്തിയ മകൻ ഇത്ര വലിയ ലോകത്തിന്റെ ഉടമയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമായി തോന്നി. ഹോട്ടലിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന സംഗീതവും ആളുകളുടെ ആരവവും അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തി. ഒരു വശത്ത് മകനെ കാണാനുള്ള അതിയായ ആഗ്രഹം, മറുവശത്ത് ഈ വലിയ ലോകത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യം. ഇതായിരുന്നു അവരുടെ ആത്മസംഘർഷം. തങ്ങൾ എന്നും സ്നേഹിച്ച വീർ ഈ ആഡംബരങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ടാകുമോ എന്നൊരു ചെറിയ പേടി സരളയുടെ ഉള്ളിൽ അപ്പോൾ മിന്നിമറഞ്ഞു. പണമുള്ളവർ മാത്രം ബഹുമാനിക്കപ്പെടുന്ന നഗര സംസ്കാരത്തിന്റെ ഇരകളായി ആ മാതാപിതാക്കൾ മാറി. ക്ഷണക്കത്തുണ്ടായിട്ടും അവരെ അകത്തേക്ക് വിടാതെ തടഞ്ഞുവെച്ച ഗാർഡുമാരുടെ പ്രവൃത്തി ആധുനിക സമൂഹത്തിന്റെ ക്രൂരമായ മുഖമായാണ് കാണിക്കുന്നത്.
സാധാരണക്കാരന്റെ വികാരങ്ങൾക്ക് വില നൽകാത്ത വരേണ്യവർഗത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ആ ഗ്രാമീണർക്ക് വലിയ ധൈര്യം ആവശ്യമായിരുന്നു. മകന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവർ ആ അപമാനങ്ങൾ സഹിക്കാൻ തയ്യാറായി. സ്വന്തം മകൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ വാതിലുകൾ ആ മാതാപിതാക്കൾക്ക് മുൻപിൽ തുറന്നത് സ്നേഹത്തോടെയല്ല, മറിച്ച് കഠിനമായ ക്രൂരതകളോടെയാണ്. ഗ്രാൻഡ് ഇംപീരിയൽ എന്ന ആഡംബര ഹോട്ടൽ വീറിന്റെ വിജയത്തിന്റെ അടയാളമായിരുന്നുവെങ്കിലും അവന്റെ മാതാപിതാക്കൾക്ക് അത് ഒരു തടവറയ്ക്ക് തുല്യമായി മാറി. ഹോട്ടലിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ സുരക്ഷാ ജീവനക്കാർ അവരെ തടഞ്ഞു. അവരുടെ ഗ്രാമീണ വസ്ത്രധാരണവും നിഷ്കളങ്കമായ സംസാരവും കണ്ട ഗാർഡുമാർ അവരെ ഭിക്ഷാടകർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പണമില്ലാത്തവനും സാധാരണക്കാരനും ആഡംബര ലോകത്ത് സ്ഥാനമില്ലെന്ന വരേണ്യവർഗത്തിന്റെ ക്രൂരമായ നിലപാടായിരുന്നു അവിടെ കണ്ടത്. സ്വന്തം മകന്റെ പേര് പറഞ്ഞിട്ടും ക്ഷണക്കത്ത് കാണിച്ചിട്ടും ആരും അവരെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഏറെ നേരത്തെ തർക്കങ്ങൾക്കൊടുവിൽ അവർ ഹോട്ടലിനുള്ളിൽ പ്രവേശിച്ചെങ്കിലും ദുരന്തങ്ങൾ അവിടെ അവസാനിച്ചില്ല. ആഘോഷങ്ങൾ നടക്കുന്ന ഹാളിന്റെ തിളക്കത്തിലേക്ക് അവരെ വിടാൻ ഹോട്ടൽ മാനേജറായ മുസ്കാൻ തയ്യാറായില്ല. മീറിന്റെ പ്രതിസ്തുത വധുവായ അവൾക്ക് ആ വൃദ്ധരായ ദമ്പതികൾ തന്റെ അന്തസ്സിന് കുറവാണെന്നാണ് തോന്നിയത്. അതിഥികൾ കാണാതിരിക്കാൻ അവരെ സർവീസ് ഏരിയയിലെ ഇരുണ്ടതും വായുസഞ്ചാരമില്ലാത്തതുമായ ഒരു ചെറിയ മുറിയിലേക്ക് മാറ്റി. മനോഹരമായ ചില്ലുവിളക്കുകൾ തൂങ്ങിയ ഹാളുകൾക്ക് പുറകിൽ അഴുക്കും ദുർഗന്ധവും നിറഞ്ഞ ആ ഇടുങ്ങിയ മുറിയിൽ അവർക്ക് തടവുകാരെ പോലെ ഇരിക്കേണ്ടി വന്നു. തങ്ങളുടെ മകൻ ആദരിക്കുമെന്ന് കരുതിയ തങ്ങളെ ഇത്ര വലിയ ക്രൂരതയാണ് കാത്തിരിക്കുന്നതെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. മുറിയിലെ ഉഷ്ണവും മാനസികമായ വിഷമവും കാരണം രാംപാലിന്റെ ശ്വാസമുട്ടൽ വർദ്ധിച്ചു. ശ്വസിക്കാൻ പ്രയാസപ്പെട്ട അദ്ദേഹം ഒരു തുള്ളി വെള്ളത്തിനായി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോട് യാചിച്ചു. എന്നാൽ വിരുന്നെത്തിയ സമ്പന്നരെ സേവിക്കാൻ ഓടി നടന്ന ജീവനക്കാർ ആ പാവം വൃദ്ധന്റെ ദാഹം കണ്ടില്ലെന്ന് നടിച്ചു. തന്റെ യജമാനന്റെ മാതാപിതാക്കളാണ് അവരെന്ന സത്യം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് വസ്ത്രം മാത്രമായിരുന്നു യോഗ്യതയുടെ അളവുകോൽ. ആധുനിക കോർപ്പറേറ്റ് ലോകത്തിന് മനുഷ്യത്വം എത്രത്തോളം മരവിച്ചു പോയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ജീവനക്കാരുടെ പെരുമാറ്റം. സഹപ്രവർത്തകരെയും മുസ്കാനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ ആ ദമ്പതികളെ മനഃപൂർവ്വം അവഗണിച്ചു. മുസ്കാൻ കാണിച്ച ക്രൂരത ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലയ്ക്കുന്നതായിരുന്നു. സരളയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അബദ്ധത്തിൽ നിലത്ത് വീണപ്പോൾ മുസ്കാൻ ആ അമ്മയെ ക്രൂരമായി പരിഹസിച്ചു എന്ന് തന്നെയല്ല, തന്റെ പദവിയുടെ അഹങ്കാരത്തിൽ സരളയുടെ കവിളത്ത് അവൾ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ വേദനയേക്കാൾ സരളയെ തളർത്തിയത് തന്റെ മകന്റെ ഭാവി വധു ഇത്രത്തോളം ഹൃദയശൂന്യയാണെന്ന തിരിച്ചറിവായിരുന്നു. ക്രൂരത അവിടെയും തീർന്നില്ല. നിലത്ത് വീണ വെള്ളം സരളയുടെ സാരിത്തുമ്പ് കൊണ്ട് തുടപ്പിക്കാൻ അവൾ കൽപ്പിച്ചു. നൂറുകണക്കിന് അതിഥികൾ കണ്ടു നിൽക്കെ സ്വന്തം മകന്റെ ഹോട്ടലിൽ വെച്ച് ആ അമ്മയ്ക്ക് കുനിഞ്ഞിരുന്ന് തല തുറക്കേണ്ടി വന്നു. തന്റെ മകൻ രാജാവിനെ പോലെ ഭരിക്കുന്ന ഈ കോട്ടയ്ക്കുള്ളിൽ താൻ വെറും ഒരു അടിമയെ പോലെ അപമാനിക്കപ്പെടുന്നത് ആ അമ്മയ്ക്ക് സഹിക്കാനായില്ല. ഒരാളുടെ പദവി നോക്കി മാത്രം ബഹുമാനം നൽകുന്നവർ യഥാർത്ഥത്തിൽ ആന്തരികമായി എത്രത്തോളം ദരിദ്രരാണെന്ന് മുസ്കാനിലൂടെ വ്യക്തമാകുന്നു. പണമില്ലാത്തവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവം എപ്പോഴും പുച്ഛവും അവഗണനയുമാണെന്ന സത്യം ഇവിടെ വെളിപ്പെടുന്നു. വീർ പടുത്തുയർത്തിയ ഈ വിജയത്തിന്റെ ഓരോ ഇഷ്ടികയിലും ആ മാതാപിതാക്കളുടെ വിയർപ്പും ത്യാഗവും ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ കഴിയാത്ത അന്ധമായ അഹങ്കാരമാണ് ആ ഹോട്ടലിലെ ഓരോ ജീവനക്കാരിലും നിറഞ്ഞു നിന്നത്. തന്റെ ഉടമയുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിലൂടെ തങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് അവൾ ചിന്തിച്ചതേയില്ല. രാംപാലിന്റെയും സരളയുടെയും ആത്മസംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയ നിമിഷങ്ങളായിരുന്നു അത്. ആഡംബരത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ഈ നഗര സംസ്കാരം സ്നേഹത്തെയും ബന്ധങ്ങളെയും എങ്ങനെ ചവിട്ടി മെതിക്കുന്നു എന്ന് ഈ രംഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മകന്റെ വിജയത്തിൽ സന്തോഷിക്കാൻ വന്നവർക്ക് ലഭിച്ചത് ആജീവനാന്തം മറക്കാൻ കഴിയാത്ത മുറിവുകളായിരുന്നു. ആഡംബരത്തിന്റെ ഈ കോട്ട യഥാർത്ഥത്തിൽ മനുഷ്യത്വം വറ്റിയ ഒരു മരുഭൂമിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഹോട്ടലിന്റെ മുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ വീറിന്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു. തന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ അവൻ തിടുക്കം കൂട്ടി. എന്നാൽ ഹോട്ടലിന്റെ പടിവാതിൽക്കൽ കണ്ട കാഴ്ച അവന്റെ ഉള്ളുലച്ചു. ശ്വാസം കിട്ടാതെ അവശനായി നിലത്തിരിക്കുന്ന അച്ഛനെയും കണ്ണീരോടെ വിറച്ചു നിൽക്കുന്ന അമ്മയെയും കണ്ടപ്പോൾ വീറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആഡംബരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുന്ന തന്റെ സ്വന്തം ഹോട്ടലിന് മുന്നിൽ തന്റെ മാതാപിതാക്കൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വീർ ഓടിച്ചെന്ന് അമ്മയെ താങ്ങിപ്പിടിച്ചു. അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി അറിഞ്ഞപ്പോൾ വീറിന്റെ ഉള്ളിൽ രോഷം അണപൊട്ടി. തന്റെ പ്രതിസ്തുത വധുവായ മുസ്കാനാണ് ഈ ക്രൂരതകൾക്കെല്ലാം പിന്നിലെന്ന് അറിഞ്ഞ നിമിഷം അവളോടുള്ള എല്ലാ സ്നേഹവും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. തന്റെ വിജയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളെ ഭിക്ഷാടകർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച മുസ്കാനോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ലെന്ന് അവൻ ഉറപ്പിച്ചു. പദവിയെയും പണത്തിന്റെയും അഹങ്കാരത്തിൽ ഒരു പാവം വൃദ്ധയെ തല്ലാനും നിലം തുടപ്പിക്കാനും തുനിഞ്ഞ മുസ്കാൻ തന്റെ ജീവിതത്തിന് ഒട്ടും യോജിച്ചവളല്ലെന്ന് അവൻ അവിടെ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു. മുസ്കാനെ മാത്രമല്ല, അവളോടൊപ്പം ചേർന്ന് തന്റെ മാതാപിതാക്കളെ ഉപദ്രവിച്ച ഓരോ ജീവനക്കാരെയും വീർ ചോദ്യം ചെയ്തു. വസ്ത്രം നോക്കി മനുഷ്യനെ വിലയിരുത്താൻ പഠിപ്പിച്ച തന്റെ സ്ഥാപനത്തിലെ ആ മോശം രീതി അവൻ തിരുത്തി.
നിങ്ങൾ ബഹുമാനിക്കാത്ത ഈ മനുഷ്യരുടെ വിയർപ്പാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ആഡംബരങ്ങളെല്ലാം എന്നവൻ ഉറക്കെ പറഞ്ഞു. മുസ്കാനെയും അവൾക്ക് കൂട്ടുനിന്ന സുരക്ഷാ ജീവനക്കാരെയും വെയിറ്ററെയും അവൻ ആ നിമിഷം തന്നെ ഹോട്ടലിൽ നിന്നും പുറത്താക്കി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല, അവരെ ആഡംബരത്തിന്റെ ആ ലോകത്തു നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന നീതിയാണ് വീർ നടപ്പിലാക്കിയത്. ആഘോഷത്തെക്കാളും ബിസിനസ് ലാഭത്തെക്കാളും വലുത് തന്റെ മാതാപിതാക്കളുടെ ആത്മബഹുമാനമാണെന്ന് വീർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വലിയ അതിഥികൾ നോക്കി നിൽക്കെ മുസ്കാനുമായുള്ള വിവാഹബന്ധം അവൻ വേണ്ടെന്നു വെച്ചു. സ്നേഹവും ദയവും ഇല്ലാത്ത ഒരാൾക്ക് തന്റെ സാമ്രാജ്യത്തിലോ ജീവിതത്തിലോ സ്ഥാനമില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി പാവപ്പെട്ടവരെ ചവിട്ടി മെതിക്കുന്നവർക്ക് അവൻ നൽകിയ കനത്ത തിരിച്ചടിയായിരുന്നു അത്. തന്റെ അമ്മയുടെ കവിളത്ത് വീണ ഓരോ അടിക്കും അമ്മ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും അവൻ നീതി വാങ്ങി നൽകി. മുംബൈയിലെ വലിയ സമ്പന്നർക്ക് മുന്നിൽ തന്റെ ഗ്രാമീണരായ മാതാപിതാക്കളെ അവൻ അഭിമാനത്തോടെ ചേർത്തു പിടിച്ചു. അവരാണ് എന്റെ യഥാർത്ഥ കരുത്തെന്നും അവരില്ലെങ്കിൽ താൻ ഒന്നുമില്ലെന്നും അവൻ വിളിച്ചു പറഞ്ഞു. പണത്തിന് മീതെ പറക്കുന്ന അഹങ്കാരികളുടെ ലോകത്തിന് ഒരു മകന്റെ സ്നേഹവും നീതിബോധവും വിജയിച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവന്റെ കോട്ടക്കുള്ളിൽ തടവിലാക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വീർ തന്റെ സ്നേഹം കൊണ്ട് നീതിയും സ്വാതന്ത്ര്യവും നൽകി. ഹോട്ടലിലെ സംഭവങ്ങൾക്ക് ശേഷം വീർ തന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവിടെ വെളുത്ത ചുവരുകൾക്കുള്ളിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ വീറിന്റെ ഉള്ളിലെ സകല അഹങ്കാരവും അലിഞ്ഞുപോയി. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യവസായിയായിട്ടും ശാരീരികമായി അവശനായ അച്ഛന്റെ മുന്നിൽ അവൻ വെറും ഒരു മകനായി മാറി. തന്റെ വിജയത്തിന്റെ തിരക്കിനിടയിൽ അച്ഛനും അമ്മയും അനുഭവിച്ച വേദനകൾ കാണാൻ വൈകിപ്പോയല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. അച്ഛന്റെ കട്ടിലിനരികിൽ തറയിലിരുന്ന് ആ പാദങ്ങളിൽ തലവെച്ച് വീർ കരഞ്ഞു. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് രാംപാൽ മകന്റെ തലയിൽ പതുക്കെ തലോടി. തന്റെ ക്ഷീണിച്ച ശബ്ദത്തിൽ അദ്ദേഹം മകനോട് പറഞ്ഞു, മകനെ, നീ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം ഒരു വലിയ കെട്ടിടം പോലെയാണ്. ആ കെട്ടിടം എത്ര ഉയരമുള്ളതായാലും അതിന്റെ അടിത്തറ ദുർബലമായാൽ അത് എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം. ആ അടിത്തറ എന്നത് നമ്മുടെ കുടുംബവും സംസ്കാരവും നമ്മളെ നമ്മളാക്കിയ വേരുകളുമാണ്. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ വീർ മറന്നുപോയ ആ വലിയ സത്യം അച്ഛൻ അവനെ ഓർമ്മിപ്പിച്ചു. മാതാപിതാക്കളാണ് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തെന്ന് ആ വാക്കുകൾ അവന് മനസ്സിലാക്കി കൊടുത്തു. വീർ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സൗകര്യവും അവന്റെ മാതാപിതാക്കളുടെ ജീവിതകാലം മുഴുവനുള്ള പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമായിരുന്നു. പാടത്തെ ചെളിയിൽ പണിയെടുത്ത അച്ഛന്റെ കൈകളിലെ തഴമ്പുകളും വിളക്കിന്റെ വെളിച്ചത്തിൽ തയ്യൽ മെഷീൻ ചലിപ്പിച്ച അമ്മയുടെ കണ്ണുകളിലെ ക്ഷീണവുമാണ് വീറിനെ ഈ വലിയ നിലയിൽ എത്തിച്ചത്. താൻ നേടിയ ബിരുദങ്ങളോ സമ്പത്തോ അല്ല, മറിച്ച് അവരോടുള്ള കടപ്പാടാണ് തന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നതെന്ന് വീർ തിരിച്ചറിഞ്ഞു. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലെങ്കിൽ ആ വിജയത്തിനെല്ലാം വെറും കടലാസിന്റെ വിലയേ ഉള്ളൂവെന്ന് അവൻ മനസ്സിലാക്കി. ഒരു മകന്റെ വിജയത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ നിശബ്ദമായ ഒരുപാട് ഹോമങ്ങളുണ്ട്. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചവരാണവർ. മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ മണ്ണിൽ പടുത്തുയർത്തുന്ന ഒരു വിജയവും ശാശ്വതമല്ല. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്ന പ്രശസ്തി വെറും ഒരു കാനൽ ജലം മാത്രം. തന്റെ ഹോട്ടലിൽ വെച്ച് അവർ അപമാനിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ തകർന്നു പോയത് തന്റെ വിജയത്തിന്റെ അടിത്തറയായിരുന്നുവെന്ന് വീർ വേദനയോടെ ഓർത്തു. മാതാപിതാക്കളോട് ചെയ്യുന്ന ഓരോ നീതികേടും സ്വന്തം ജീവിതത്തിന്റെ തകർച്ചക്കുള്ള തുടക്കമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. മാതാപിതാക്കളോടുള്ള കടപ്പാട് പണം കൊണ്ടോ സമ്മാനങ്ങൾ കൊണ്ടോ തീർക്കാൻ കഴിയുന്നതല്ല. മക്കളെ ഒരു നല്ല രീതിയിൽ കാണാൻ വേണ്ടി അവർ സ്വന്തം ആരോഗ്യവും ജീവിതവും ബലി നൽകുന്നു. അവർക്ക് വേണ്ടത് മകന്റെ വലിയ ഹോട്ടലോ സമ്പത്തോ അല്ല, മറിച്ച് മകന്റെ സ്നേഹവും അല്പം സമയവുമാണ്. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ താൻ അവർക്ക് നൽകാൻ മറന്നുപോയതും ആ കരുതൽ തന്നെയായിരുന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയ കടമയെന്ന് വീർ തിരിച്ചറിഞ്ഞു. അവരുടെ പുഞ്ചിരിയിലാണ് യഥാർത്ഥ അനുഗ്രഹമെന്ന് അവന് ബോധ്യമായി. രാംപാൽ നൽകിയ ഉപദേശം വീറിന്റെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. കേവലം ലാഭം മാത്രം നോക്കി ബിസിനസ് നടത്തുന്ന ഒരാളിൽ നിന്ന് മനുഷ്യത്വമുള്ള ഒരു മകനായി വീർ മാറി. മാതാപിതാക്കളുടെ സന്തോഷമാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് അവൻ ഉറപ്പിച്ചു. ലോകത്തിനു മുന്നിൽ താൻ എത്ര വലിയവനായാലും ഈ രണ്ടു മനുഷ്യർക്ക് മുന്നിൽ താൻ എന്നും കടപ്പെട്ടവനാണെന്ന ബോധം അവനെ കൂടുതൽ വിനയമുള്ളവനാക്കി. ആ ആശുപത്രി കിടക്കയിൽ വെച്ച് അവൻ തന്റെ ഗ്രാമത്തിലെ പഴയ സ്വഭാവമുള്ള വീറിനെ തിരിച്ചു പിടിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ പുണ്യം. അവർക്കായി സമയം മാറ്റിവെക്കുന്നതും അവരെ ആദരിക്കുന്നതും ഒരു മകന്റെ ഉത്തരവാദിത്തമാണ്. സ്വന്തം ജീവിതം മക്കൾക്ക് വേണ്ടി ഹോമിച്ച ആ വലിയ മനുഷ്യരെ മറന്നുകൊണ്ട് ആർക്കും മുന്നോട്ടു പോകാനാവില്ല. വീർ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ആ മാറ്റം അവന്റെ ജീവിതത്തിലെ പുതിയ തുടക്കമായിരുന്നു. വിജയത്തിന്റെ കൊടുമുടികൾ കയറുമ്പോൾ നമ്മെ തോളിലേറ്റിയവരെ ഒരിക്കലും താഴ്ത്തിക്കെട്ടരുത്.
മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരിക്കൽ പോലും സങ്കടം നിറക്കരുത്. വീറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം അവൻ തിരിച്ചറിഞ്ഞത് വലിയ പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന തന്റെ അച്ഛന്റെ വാക്കുകളിൽ നിന്നാണ്. ആ വാക്കുകൾ അവന്റെ ജീവിതത്തിലെ പുതിയ വഴികാട്ടിയായി മാറി. ഇനി അവന്റെ യാത്ര പണത്തിന് വേണ്ടിയല്ല, മറിച്ച് തന്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന സ്നേഹത്തിന് വേണ്ടിയായിരിക്കും. ആശുപത്രിയിൽ നിന്ന് അച്ഛൻ സുഖം പ്രാപിച്ച് പുറത്തിറങ്ങിയപ്പോൾ വീറിന്റെ ചിന്താഗതികൾ പൂർണ്ണമായും മാറിയിരുന്നു. പണം ഒരാൾക്ക് നല്ല വസ്ത്രങ്ങളും വലിയ വീടും ആഡംബര കാറുകളും നൽകുമെങ്കിലും ഉന്നതമായ സംസ്കാരം നൽകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മുസ്കാനെ പോലെയുള്ളവരുടെ ഇടയിൽ പണമായിരുന്നു വലുത്. എന്നാൽ തന്റെ അച്ഛന്റെ വാക്കുകളിൽ നിന്നാണ് യഥാർത്ഥ ജീവിത മൂല്യം എന്താണെന്ന് അവൻ പഠിച്ചത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം താൻ ഇപ്പോഴാണ് നേടിയതെന്ന് വീറിന് തോന്നി. താൻ ഉണ്ടാക്കിയെടുത്ത ഈ ബിസിനസ് സാമ്രാജ്യത്തെക്കാൾ വലുതാണ് തന്റെ അച്ഛനും അമ്മയും എന്ന് വീർ ഉറപ്പിച്ചു. വിജയത്തിന്റെ ഗോവണികൾ ഓരോന്നായി കയറുമ്പോൾ തന്നെ തോളിലേറ്റിയ ആ മനുഷ്യരെ ഞാൻ മറന്നുപോയതിൽ അവൻ ഖേദിച്ചു. ഓരോ മകനും മകളും വളർന്നു വലുതാകുമ്പോൾ തങ്ങളുടെ വേരുകളെ ഓർക്കണമെന്ന വലിയ പാഠമാണ് വീറിന്റെ ജീവിതം ഇപ്പോൾ നൽകുന്നത്. സ്നേഹവും പരസ്പര ബഹുമാനവും ഇല്ലാത്ത സമ്പന്നതയ്ക്ക് യാതൊരു വിലയുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. അഹങ്കാരം നിറഞ്ഞ ആഡംബര ജീവിതത്തെക്കാൾ എത്രയോ നല്ലതാണ് സ്നേഹമുള്ള ലാളിത്യമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മുംബൈയിലെ തിരക്കുകൾ കുറച്ച് വീർ കൂടുതൽ സമയം തന്റെ മാതാപിതാക്കൾക്കൊപ്പം ചിലവഴിക്കാൻ തുടങ്ങി. ഹോട്ടലിലെ നിയമങ്ങൾ അവൻ പാടെ മാറ്റിമറിച്ചു. അവിടെ എത്തുന്ന അതിഥികളെ അവരുടെ വസ്ത്രം നോക്കിയല്ല, മറിച്ച് മനുഷ്യരായി കണ്ട് ബഹുമാനിക്കണമെന്ന് അവൻ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകി. മുസ്കാനെ പോലെ പണത്തെ മാത്രം സ്നേഹിക്കുന്നവരോടുള്ള ബന്ധം അവൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരാൾക്കും തന്റെ ജീവിതത്തിലോ ബിസിനസ്സിലോ സ്ഥാനമില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. വീറിന്റെ ജീവിതം ഇനി വെറും ഒരു ബിസിനസ് യാത്രയല്ല. തന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രായമായവരുടെ സംരക്ഷണത്തിനുമായി അവൻ മാറ്റിവെച്ചു. തന്റെ അച്ഛനും അമ്മയും അനുഭവിച്ചതുപോലെയുള്ള വേദനകൾ മറ്റൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്ന് അവൻ നിർബന്ധമുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ വീർ പുതിയൊരു മനുഷ്യനായി മാറി. ആഡംബരത്തിന്റെ തിളക്കത്തേക്കാൾ അവന്റെ മുഖത്ത് ഇപ്പോൾ തിളങ്ങുന്നത് സമാധാനമാണ്. നഗരത്തിന്റെ മായാ കാഴ്ചകൾക്ക് പിന്നാലെ ഓടിപ്പോയ വീർ തന്റെ പഴയ ഗ്രാമീണ നന്മകളിലേക്ക് തിരിച്ചു നടന്നു. അച്ഛന്റെ ഉപദേശങ്ങൾ അവൻ തന്റെ ബിസിനസ്സിലും നടപ്പാക്കി. അടിത്തറ ഉറപ്പുള്ള കെട്ടിടം പോലെ അവൻ തന്റെ ജീവിത മൂല്യങ്ങൾ അധിഷ്ഠിതമാക്കി മാറ്റി. പണമുണ്ടാക്കുന്നത് ഒരു ലക്ഷ്യമല്ലെന്നും അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാർഗം മാത്രമാണെന്നും അവൻ തന്റെ ജീവനക്കാരെയും പഠിപ്പിച്ചു. വീറിന്റെ അമ്മ സരളയും അച്ഛൻ രാംപാലും ഇപ്പോൾ സന്തോഷത്തിലാണ്. തങ്ങളുടെ മകൻ കൈവിട്ടു പോയിട്ടില്ലെന്ന തിരിച്ചറിവ് അവർക്ക് പുതിയൊരു ഊർജം നൽകി. മകന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ അവർക്ക് പഴയ ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. ആഡംബര ഹോട്ടലിലെ ഇരുട്ടുമുറിയിൽ തടവറയിലാക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വീർ ഇന്ന് സ്നേഹത്തിന്റെ വലിയൊരു ലോകം തുറന്നു നൽകി. അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീർ തന്റെ ജീവിതത്തിലെ പുതിയൊരു പ്രഭാതത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഇന്ന് വീർ അറിയപ്പെടുന്നത് ഒരു വലിയ കോടീശ്വരനായിട്ടല്ല, മറിച്ച് മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു മകനായിട്ടാണ്. പണത്തിന് നൽകാൻ കഴിയാത്ത വലിയൊരു സന്തോഷം ആ പേര് അവന് നൽകി. തനിമയുള്ള ജീവിതവും സ്നേഹമുള്ള ബന്ധങ്ങളുമാണ് ഏതൊരു വിജയത്തെക്കാളും വലുതെന്ന് അവൻ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുള്ള വീറിന്റെ ഈ പുതിയ യാത്ര അനേകം ആളുകൾക്ക് പ്രചോദനമായി മാറി.